ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കഴിഞ്ഞ ഭാഗം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ സീനുവിന് അവളുടെ റൂമിൽ ഇരുന്നൊരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് വെക്കിരിക്കും. ആ സമയത്ത് ധ്രുവാൻഷു ജനലിൻ്റെ ഉള്ളിൽ കൂടെ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് സീമു വേഗം ആ ഡോറാണ്ട് അടയ്ക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സീമു ആണെങ്കിൽ ഇങ്ങനെ ധ്രുവാൻഷുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. ധ്രുവാൻഷു ആണെങ്കിലോ അവിടെ ഉള്ളൊരു തൂണിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയായിരിക്കും. മതി നിന്റെ അഭിനയം എന്നൊക്കെ കണ്ട് സീമു ആണെങ്കിലോ അവന് വന്നിട്ട് ഇങ്ങനെ കാലോട് തട്ടും. അപ്പം തന്നെ ധ്രുവാൻഷു ബോധം കെട്ട് വീഴും. സീമു ആണെങ്കിലോ പേടിച്ചിട്ട് വേഗം ജീജീനെ വിളിക്കും. ജീജി ഇവനെന്താ പറ്റി എന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ജീജി ആണെങ്കിലോ അവനെ നോക്കിയിട്ട്, ഇവൻ മനുഷ്യനല്ലേ, ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. നമുക്കാണെങ്കിൽ നേരം കാലമൊന്നും അറിയില്ല, അതുകൊണ്ട് ഫുഡും കഴിക്കണ്ട. പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ, ഇവന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് അവളിങ്ങനെ, ഓ ഇനി ഫുഡിന് എത്ര പൈസ ചിലവാക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ കണക്കൂട്ടാൻ തുടങ്ങും. അതിന് എത്ര പൈസ ആയാലും കുഴപ്പമില്ല, ഇവനുള്ള ഫുഡൊക്കെ വേഗം റെഡിയാക്കുക എന്ന് സീമു ഇങ്ങനെ പറയും. അവനെ എന്തായാലും ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, നന്നായി ഫുഡൊക്കെ കൊടുത്തിട്ട് ആരോഗ്യത്തോടെയല്ലേ വിടാൻ പറ്റുള്ളൂ എന്ന് സീമു പറയുമ്പോൾ, നീ അതിന് അവന് പെട്ടെന്നൊന്നും പറഞ്ഞു വിടേണ്ട. കാണാനാണെങ്കിൽ നല്ലൊരു പയ്യനാണ്, നിന്നോട് നല്ല സ്നേഹമുണ്ട്. അപ്പോൾ ഇവൻ അവിടെ തന്നെ നിർത്തിക്കൂടെ എന്നൊക്കെ ജയിജിയും പറയും. നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സീമു വേഗം ധ്രുവാൻഷുവിനെ കൊണ്ട് നടന്നു പോകും. അവളാണെങ്കിലോ ധ്രുവാൻഷുവിന് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവ ഉണരിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ആ സമയത്തായിരിക്കും ധ്രുവാൻഷുവിന് എഴുന്നേൽക്കുക. അവ എണീറ്റതും സീമു വന്നിട്ട്, നീ ഈ ഫുഡൊക്കെ കഴിക്കാൻ നോക്ക് എന്ന് പറയും. ഈ മനുഷ്യന്മാരുടെ ലോകത്തുള്ള ഫുഡൊക്കെ ഇവിടെയും കിട്ടുമോ? ഓ ഇവിടെ അടിപൊളിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ധ്രുവാൻഷു പറഞ്ഞിട്ട് വന്നതിന് ഫുഡ് കഴിക്കാൻ തുടങ്ങും. ഇവിടെ എല്ലാം കിട്ടും, ഇവിടെ വേറൊരു ലോകം തന്നെയുണ്ട്, നീ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. സീമു ഇങ്ങനെ പറയുമ്പോൾ ധ്രുവാൻഷു ആണെങ്കിലോ അവളെ മൈൻഡ് പോലും ചെയ്യാണ്ട് ആ ഫുഡൊക്കെ തന്നെ കഴിക്കാൻ തുടങ്ങും. സീമു ആണെങ്കിലോ നേരെ പോണത് യാൻ്റെ അടുത്തേക്കായിരിക്കും. ധ്രുവാൻഷു ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്താ അഭിപ്രായം എന്ന് ആൾ ചോദിക്കുമ്പോൾ, ഞാൻ പറയുകയാണെങ്കിൽ അവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടുന്നതാണ് നല്ലത്. ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാക്കൾ ലോകത്തിന് തന്നെ അത് പ്രശ്നമാവും. അവനിവിടെ കുറേ കാലം നിൽക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, ഒരു മനുഷ്യൻ ഇവിടെ നിന്നാൽ ഇനി പ്രശ്നം ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ ആർക്കാണ് പ്രശ്നമുണ്ടാക്കാൻ ധൈര്യമെന്ന് സീമ ചോദിക്കും. അതല്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങും. ആ സമയത്ത് ധ്രുവാൻഷാണെങ്കിലോ വീണ്ടും വന്ന് കയറൊക്കെ കെട്ടിയിട്ട് അവിടെ കിടന്നിങ്ങനെ ആടാൻ തുടങ്ങും. നിന്നോട് ആരാ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്, റെസ്റ്റ് എടുക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് സീമോണെങ്കിൽ ദേഷ്യത്തോടെ ചോദിച്ചിട്ട് ആ കയറാട് മുറിക്കും. ആ സമയത്ത് ധ്രുവാൻഷാണെങ്കിലോ നേരെ താഴേക്ക് വീഴും. നീയല്ലേ എന്നോട് 3 നാൾ ഇവിടെ കിടക്കാൻ പറഞ്ഞത്, ഇന്നാ 3-ാമത്തെ ദിവസമാകുന്നത്. ധ്രുവാൻഷാണെങ്കിൽ ഇങ്ങനെ അവളെ നോക്കിയിട്ട് പറയൂ, നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിന്നെ പോലൊരു മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സീമു അവനെ നല്ല ദേഷ്യപ്പെടുന്നുണ്ടാവും. അപ്പം തന്നെ ധ്രുവാൻഷു വീണ്ടും ബോധം കെട്ട് വീഴും. അപ്പോഴേക്കും സീമു വേഗം വന്ന് അവനെ പിടിക്കും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്, നിന്നെപ്പോലുള്ള മനുഷ്യർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞ് സീമു ഇങ്ങനെ അവൻ്റെ മുഖത്തൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ വേഗം വന്നിട്ട്, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറയും. ഇത് ഞങ്ങളുടെ കാര്യമാണ്, നീ ഇതിലിടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് സീമു ആണെങ്കിലോ നേരെ അവനെയും കൊണ്ട് റൂമിലേക്ക് പോകും. അവൾ അവനെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കും. ആ സമയത്ത് അവൾ അവൻ്റെ നെഞ്ചിൽ തൊട്ട് നോക്കുമ്പോൾ അതിലെന്തോ ഒരു കോൾഡ് പോയ്സൺ പോലെ ഉണ്ടാവും. നോക്ക്, കോൾഡ് പോയ്സൺ പോലെ നിനക്ക് വന്നിട്ടുണ്ട്, നീ ഇതെന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ച ആൾ വേഗം അവളുടെ മന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ പുറത്തെടുക്കാൻ നോക്കും. ധ്രുവാൻഷാണെങ്കിലോ അപ്പം തന്നെ എഴുന്നേറ്റിട്ട്, ഓ സീമു എനിക്ക് വേനിക്കണോ എന്നൊക്കെ തന്നെ പറയും. എന്നിട്ട് അവളുടെ കൈ പിടിച്ച്, ഇപ്പം നോക്ക് നീ തന്നെയല്ലേ എന്നെ രക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ നീ വന്നിട്ട് എന്നെ രക്ഷിക്കുമോ എന്ന് സീമോ തിരിച്ചു ചോദിക്കും. ഏയ് അല്ലല്ല, ഞാൻ ഒരിക്കലും നിന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്നാ അങ്ങനെ പറയും. ആ സമയത്തായിരിക്കും അവിടെ വീണ്ടും മറ്റേ ശംഖൊക്കെ ഊതുന്നൊരു സൗണ്ട് തന്നെ കേൾക്കുക. വിളക്കൊക്കെ ആണെങ്കിലും കെടാനും തുടങ്ങും. ഇതെന്താ സീമു എന്ന് ഇങ്ങനെ ധ്രുവാൻഷി ചോദിക്കുമ്പോൾ, ഇവിടുത്തെ ആത്മാക്കളൊക്കെ ഇല്ലേ, അവർക്ക് അടങ്ങാത്ത ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഈ സമയം വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ദേഷ്യത്തോടെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തല്ലുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ സീമു പറയുമ്പോൾ, ഓ നിനക്ക് 5 സെൻസ് ഇല്ലാത്ത നന്നായി, അതുകൊണ്ട് നിനക്കിതൊന്നും അറിയണ്ടല്ലോ എന്ന് അവനിങ്ങനെ പറയും. നോക്ക്, നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് പോവാൻ നോക്ക് എന്നൊക്കെയാണ് സീമു പറയുമ്പോൾ അവനാണെങ്കിലോ അതൊന്നും കേൾക്കാത്ത പോലെ കണ്ണടച്ചാണ്ട് ഉറങ്ങാൻ തുടങ്ങും. ഇപ്പോൾ അടുത്തായി കാണിക്കുന്ന ആ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ പ്രേതങ്ങളെയൊക്കെ നോക്കണ ചാങ്ങ്, അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്ന പോലെ തോന്നും.
നിന്നെ ഞാൻ എൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കും. അവനാണെങ്കിലോ പെട്ടെന്ന് മരിച്ചു പോകും. പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ആ ഗേൾഫ്രണ്ട് വന്നിട്ട് വിഷം കൊടുക്കും. അവൻ വീണ്ടും മരിക്കും. പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുറേ അവൻ്റെ ഗേൾഫ്രണ്ട്സിന് വന്നിട്ട് വീണ്ടും വീണ്ടും അവനെ കൊല്ലാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുണ്ടല്ലോ അവന് കൊടുത്തൊരു ശിക്ഷയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ദുവാൻഷു ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഓ, ഇപ്പോൾ വേദനയൊക്കെ പോയല്ലോ, ഇത് സീമു ചെയ്ത മാജിക് ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ പെൺപ്രേതം ഇങ്ങനെ വരും. സീമു നിന്നെ നോക്കാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിനക്കിതാ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. നീ എന്ത് ചെയ്തിട്ടാ സീമുവിൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയത്? നീ എനിക്ക് വേണ്ടിയും കുറച്ച് റിക്വസ്റ്റ് ചെയ്യോ എന്നൊക്കെ അവളിങ്ങനെ ചോദിക്കും. അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തായി കാണിക്കുന്നത് നമ്മൾ സീമോനായിരിക്കും. അതൊരു മെയിൻ ഹാളായിരിക്കും ഈ ശിക്ഷയൊക്കെ വിധിക്കണത്. അവിടെ ഞാനും ജിജിയും അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ആ സമയത്തായിരിക്കും ആ ചാങ്ങില്ലേ അവൻ അങ്ങോട്ട് കൊണ്ടുവരിക. ദുവാൻഷും ഈ സമയത്ത് അവിടെ തന്നെ ഉണ്ടാവും ട്ടോ. ആ ചാനാണെങ്കിലോ ചിരിച്ചുകൊണ്ട്, നീ ഇപ്പോൾ എന്നെ കൊല്ലാൻ പോവുകയാണെന്നറിയാം. ഈ ആത്മാക്കളുടെ റാണി ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ കൊല്ലുന്നത്. എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന പലർക്കും നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്കൊക്കെ ഒരവസരം കിട്ടിയാൽ നോക്കിക്കോ, ഉറപ്പായും നിന്നെ അവർ കൊന്നുകളയും. ഇവളെ ഇഷ്ടമില്ലാത്തവരൊക്കെ കേട്ടോ, നിങ്ങൾക്കും ഇതുതന്നെയായിരിക്കും അവസ്ഥ എന്നൊക്കെ അവങ്ങനെ പറയുന്ന സമയത്ത്, അങ്ങനെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ തന്നെ എന്നെ വന്ന് കൊല്ലു എന്ന് സീമു അവനെ വെല്ലുവിളിക്കുന്നു. അവന് കൊല്ലാൻ പറ്റില്ല എന്ന് അറിയണോണ്ട് തന്നെ അവൻ സീമുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും. ആ സമയത്ത് സീമു ആണെങ്കിലോ അവൻ ഡ്രസ്സിൽ നിന്ന് ഒരു തൂവലും എടുത്തിട്ട് താഴെ ഇടും. അത് നേരെ അവിടെ മന്ത്രങ്ങളൊക്കെ എഴുതിയൊരു വിളക്കുണ്ടാവും. അതിനുള്ളിലേക്കാണ് പോവും. ആ മന്ത്രങ്ങളെല്ലാം കൂടി ചേർന്നൊരു ഡ്രാഗനെ പോലെ വന്നിട്ട് ആ ചാങ്ങിനെ കൊല്ലും. അവനാണെങ്കിലോ അതേപോലെ തന്നെ ചാരമായിട്ടാണ് മാറും. എന്നിട്ട് തിരിച്ച് ആ മന്ത്രങ്ങളെല്ലാം വിളക്കിനുള്ളിലേക്ക് തന്നെ പോകും. ഇത് വൻഷ് സീമു നോക്കുന്ന സമയത്ത് തന്നെ കയ്യൊക്കെ വീശി കാണിക്കും. അവളാണെങ്കിലോ അവനെ കാണാത്ത പോലെ അവിടെ നിന്ന് പോകും. ആ സമയത്ത് ദുവാൻഷന് വന്നിട്ട് ആ വിളക്കിൽ എന്തൊക്കെയുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെൺപ്രേതാണെങ്കിൽ ആൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ തോന്നും. അതാണ് ഇവിടെയുള്ള 32 റൂൾസ്. ഇവിടെയുള്ള ആത്മാക്കൾക്കൊന്നും ഇത് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇതാണ് ഈ ലോകത്തിൻ്റെ ഫൗണ്ടേഷൻ എന്നൊക്കെ അവളിങ്ങനെ പറയും. ഓ, അങ്ങനെയാണോ എന്നൊക്കെ ദുവാൻഷ് ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ട് ഞാൻ വരിക. നീ എങ്ങനെയാടാ ഇങ്ങോട്ട് വന്നത്? ഒരു മനുഷ്യനായിട്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ സീമുവിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണോ എന്ന് ദുവാൻഷു ഇങ്ങനെ തിരിച്ചു ചോദിക്കും. നീ എന്താ വിചാരിച്ചത്? സീമു നിന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമെന്നോ? അവൾക്ക് നിന്നെ ഒരു പട്ടിയുടെ അത്ര പോലും വിലയില്ല. അവൾക്കിപ്പോൾ നിന്നോടുള്ളൊരു ക്രേസ് കഴിഞ്ഞാൽ നിന്നെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നൊക്കെ ഞാനിങ്ങനെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ദുവാൻഷിന് വീണ്ടും ഒന്ന് വയ്യാത്ത പോലെ തോന്നുക. അവൻ വേഗം തിരികെ റൂമിലേക്ക് വന്നിട്ട് ഒരു പുതപ്പൊക്കെ എടുത്ത് നന്നായി പൊതിച്ചുകൊണ്ടിരിക്കും. അവനാണെങ്കിലോ തണുപ്പ് മാറുന്നേ ഉണ്ടാവില്ല. അവൻ്റെ മേലുള്ള കോൾഡ് ബോയ്സ് നന്നായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്തായിരിക്കും സീമു അങ്ങോട്ട് വരിക. ആ, നീ പേടിക്കണ്ട, നിനക്കൊന്നും പറ്റില്ല. നിനക്ക് ചുറ്റും ഞാനൊരു കവചം സൃഷ്ടിച്ചിട്ടുണ്ട്. നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പക്ഷേ 10 അടി മാറി നിൽക്കണം എന്നൊക്കെ അവളിങ്ങനെ പറയും. ഓ, അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് ദുവാൻഷുവും പറയും. അത് കഴിഞ്ഞിട്ട് നേരെ കോർട്ടിലൊരു മീറ്റിംഗ് പോലെ നടക്കുന്നതായിരിക്കും കാണിക്കുക. ആ സമയത്ത് ദുവാൻഷു അങ്ങോട്ട് വരും. അവിടെയുള്ളവരൊക്കെ ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി നമ്മുടെ മഹാറാണിക്ക് ഈ മനുഷ്യനോട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇവിടെ ആരുടെ ഉള്ളിലൊരു തീ കത്തുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആരോ അവിടുന്ന് പറയും. അത് വേറെ ആരുടെ, നമ്മുടെ ഞാനിൻ്റെ വയറ്റിൽ തന്നെ ആയിരിക്കും എന്ന് ജീജി ഇങ്ങനെ കളിയാക്കും. അപ്പം തന്നെ സീമാണെങ്കിൽ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയും. എന്നിട്ട് എന്തിനാ ഈ മീറ്റിംഗ് കൂടിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനാണെങ്കിലോ അതൊക്കെ തന്നെ പറയാൻ തുടങ്ങും. അവിടെയുള്ള ആത്മാക്കളോട് അവരൊരു ഓഫർ വെച്ചിട്ടുണ്ടാവും. ആത്മാക്കളും അതനുസരിച്ചിട്ടൊക്കെ പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവും. പക്ഷേ ആർക്കും മോക്ഷം വേണമെന്നില്ല. അവർക്കൊക്കെ ഇപ്പോഴും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെക്കൊണ്ട് സാധിച്ചു കൊടുക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, യാൻ, നീ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യേണ്ട. ജിജിയും ഒപ്പം കൂട്ടിക്കോ. അങ്ങനെ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലോ ദേഷ്യത്തിൽ ഇങ്ങനെ ടേബിളൊക്കെ അടിച്ചു പൊട്ടിക്കായിരിക്കും. ആ സമയത്ത് ജീജി അങ്ങോട്ട് വന്നിട്ട്, ഓ, ആരുടെ ദേഷ്യത്തിലാണ് നീ ഇതൊക്കെ പൊട്ടിക്കുന്നത്? ദുവാൻഷിൻ്റെ അടുത്താണോ എന്നൊക്കെ ഞാൻ ചോദിക്കും. അവന് കോൾഡ് പോയ്സൺ ഉള്ളത് കൊണ്ടാണ് സീമു ഇപ്പോഴും കൂടെ വെക്കുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ സീമു എന്തായാലും അവനെ പറഞ്ഞു വിടും എന്നൊക്കെ ജീജി പറയുമ്പോൾ, നീ എന്തിനാ ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നത്? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാവുമല്ലോ എന്നിങ്ങനെ അവൻ ചോദിക്കും. ആ, ദുവൻഷുവിനെ ശരിയാക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് പാതാളലോകം ശരിയാക്കാൻ നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് അവൾ പറയും. അങ്ങനെ രണ്ടുപേരും കൂടി ഡീൽ വെക്കും.
അങ്ങനെ ജീജി കൊടുത്ത മരുന്നായിട്ട് സീമുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ജീജി വേഗം തന്നെ അതിന് മുമ്പ് സീമുവിൻ്റെ അടുത്ത് എത്തിയിട്ട് അവൾക്ക് വേറൊരു മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവളാണെങ്കിലോ അവനെ വിശ്വസിപ്പിച്ചിട്ട് പറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഡീല് ക്യാൻസൽ ചെയ്യാമെന്ന് യാൻ്റെ അസിസ്റ്റൻ്റ് പറയുമ്പോൾ അത് പറ്റില്ല. വാക്ക് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് പാതാള ലോകത്തേക്ക് ആൾക്കാരെ അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. സീമുവും ധുവാൻഷും കൂടി ജീജി പറഞ്ഞു കൊടുത്ത ക്രിസ്റ്റൽ പൂവിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവും. അതിൻ്റെ ചാറ് കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അസുഖമൊക്കെ മാറും. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഭംഗിയുള്ള പൂവ് കാണുമ്പോൾ ധുവാൻഷി വേഗം വന്നിട്ട് ഓ ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാൻ പോകും. ആ സമയത്ത് അവൻ എന്തൊക്കെ ഇങ്ങനെ ഓർമ്മകൾ വരാൻ തുടങ്ങും. സീമാണെങ്കിലോ വേഗം അവനോട് വന്നിട്ട് അത് തുടരുത്, അത് നമ്മുടെ ഓർമ്മകളെയൊക്കെ തിന്നുന്ന പൂവാണ്, അത് മാത്രമല്ല അത് നമ്മൾ ഈ മായലോകത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ മുഴുവനായിട്ട് ഇല്ലാതാക്കും എന്നൊക്കെ പറയും. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും സീമുവിൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ കാണും. ആ കണ്ടത് പെട്ടെന്ന് രണ്ടുപേരും കൂടി അതിൻ്റെ ഉള്ളിലേക്കാണ് പോകും. അവിടെ ആണെങ്കിലോ ചെറിയ സീമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഇതേപോലെ കോൾഡ് പോയ്സൺ തന്നെയായിരിക്കും. അവളുടെ അച്ഛൻ അമ്മയ്ക്ക് ഞാൻ നിന്നെ ഉറപ്പായി രക്ഷിക്കും എന്നൊക്കെ വാക്ക് കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല, പക്ഷേ സീമു ഇതൊന്നും അറിയരുതെന്ന് അവളുടെ അമ്മ അങ്ങനെ പറയും. ഓ അപ്പം നിൻ്റെ അമ്മയ്ക്കും കോൾഡ് വോയിസ് ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ധുവാൻഷി ചോദിക്കുമ്പോൾ നീ എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണേ എനിക്കിഷ്ടമല്ല, നമുക്കിവിടെ നിന്ന് പോവാന്ന് സീമു അങ്ങനെ പറയും. ഏയ് അത് പറ്റില്ല, നീ നിന്നെക്കുറിച്ച് ഒന്നും പറയില്ല, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടേ ഇവിടെ നിന്ന് വരുന്നുള്ളൂ എന്ന് അവന് പറയുമ്പോൾ അവനാണെങ്കിൽ വേഗം അവൻ്റെ കാലിന് കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്നാൽ അത് നമ്മളെ ഇല്ലാതാക്കുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാം, ഇതൊക്കെ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് സീമുവിന് പറയുമ്പോൾ ഇത് നിൻ്റെ അച്ഛൻ്റെ സോൾ മെമ്മറി അല്ലേ, ഇതിനെയാണോ നീ ഇല്ലാതാക്കുന്നത്, നമുക്ക് നിൻ്റെ അച്ഛനോട് സഹായം ചോദിക്കാം എന്നിങ്ങനെ ധുവാൻഷ് പറയുമ്പോൾ അതെങ്ങനെയാ, ഞാൻ എൻ്റെ സെൻസ് ഉപയോഗിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ധുവാൻഷു അവളുടെ അച്ഛനോട് സംസാരിക്കും. അപ്പോൾ തന്നെ അവളുടെ അച്ഛൻ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് കൊണ്ടുവരും. സീമു, എനിക്കറിയാമായിരുന്നു നീ ഒരിക്കൽ ഇങ്ങോട്ട് വരുമെന്ന്. നിൻ്റെ അമ്മയ്ക്കുണ്ടായതുപോലെ തന്നെ നീ സ്നേഹിക്കുന്ന ആൾക്കും കോൾഡ് പോയ്സൺ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതെടുത്ത് വെച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ക്രിസ്റ്റൽ പൂവുള്ള സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ടെത്തും. സീമു ആണെങ്കിൽ അവളുടെ മന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ട് ആ പൂവിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ധുവാൻഷിന് കൊടുക്കും. അപ്പം തന്നെ അവൻ്റെ അസുഖം മാറും ട്ടോ. ആ സമയത്താണ് സീമു പെട്ടെന്ന് തന്നെ വീഴാൻ പോവുക. നിനക്ക് എന്താ പറ്റിയതെന്ന് ധുവാൻഷ് ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല, ആ മരത്തിന് വേണ്ടി കുറച്ച് ദിവസമായില്ലേ ശക്തി കൊടുക്കുന്നു, അതിൻ്റെയാണെന്നൊക്കെ അവളിങ്ങനെ പറയും. അടുത്തായി കാണിക്കണ ഈ ആത്മാക്കൾക്കൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടൊരു കുളം ഉണ്ടാവും. ആ കുളത്തിലിങ്ങനെ ആത്മാക്കളെ കൊണ്ടുവന്നിങ്ങനെ തള്ളിയിട്ടുണ്ടാവും. അവരാണെങ്കിലോ സ്വയം വിചാരിക്കാതെ മോക്ഷം കിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ കാര്യം നടക്കില്ല. ആ സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ട് വന്നിട്ട് നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കും. അത് ഞങ്ങളല്ലേ നിന്നോട് ചോദിക്കേണ്ടത്, നീ ആരാ എന്നവർ തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കാവൽക്കാരനാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവരെ കൂട്ടത്തിലുള്ള ഒരാൾ അവൻ ഇവിടുത്തെ കാവൽക്കാരനെന്നല്ല, അതൊരു ഭ്രാന്തനായ ആത്മാവാ, റാണി അറിഞ്ഞാൽ പ്രശ്നമാവും, നമുക്ക് ഇവിടുന്ന് വേഗം പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകും. ആ സമയത്തായിരിക്കും സീമു ധുവാൻഷും കൂടി അവളുടെ കോലിലിങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുക. ധുവാൻഷു ആണെങ്കിലോ നമുക്ക് പറന്ന് തന്നെ പോകണോ, വേറെ എങ്ങനെയും പോകാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് നീ ആദ്യമായിട്ടൊന്നുമല്ല പറന്നു പോകുന്നത്, ഇതിനു മുമ്പും പറന്നു പോയിട്ടില്ലേ എന്ന് സീമു ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് ബോധമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ നിന്നെ ഇവിടെ നിന്ന് തള്ളിയിട്ടാലോ എന്നിങ്ങനെ സീമു ചോദിക്കുന്ന സമയത്ത് ഏയ് നീ അങ്ങനെ ചെയ്യില്ല, കാരണം നിനക്ക് എൻ്റെ തല നല്ല ഇഷ്ടമല്ലേ, ഞാനെങ്ങാനും ഇവിടുന്ന് വീണ് തല പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ തല കിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ തമാശയോടെ പോയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മോക്ഷം കിട്ടുന്ന കുളത്തിൻ്റെ അവിടുന്ന് എന്ത് സൗണ്ടൊക്കെ കേൾക്കുക. അവർ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് പോയി നോക്കും. അവിടെ നേരത്തെ കണ്ട ആത്മാവിനെ കാണുമ്പോൾ സീമു വന്നിട്ട് നീ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ ആത്മാവാണെങ്കിലോ എൻ്റെ പേര് സൂഷി എന്ന് പറയും. സീമു വേഗം ആ ബുക്ക് എടുത്തിട്ട് അതിൽ അവൻ്റെ പേര് തന്നെ നോക്കും. പക്ഷേ അതിൽ അങ്ങനെ ഒരു പേരുണ്ടാവില്ല. അവൻ പറഞ്ഞ പേര് കേട്ടതും വിവാൻഷിനെ എവിടെ കേട്ട പോലെ തോന്നും. അവനാണെങ്കിൽ ആ രാജാവ് ഏതോ യുദ്ധം നടക്കുന്ന സമയത്ത് മരിച്ചുപോയി എന്നൊക്കെ പറയും. ധുവാൻഷ് ആണെങ്കിലോ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് സീമു അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങും. ഇതാണ് മോക്ഷം കിട്ടുന്ന കുളം. സോ മനസ്സാലെ ഇതിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് പോകും. പിന്നെ ഇവനുണ്ടല്ലോ, ഇവൻ ശരിക്കും ആ സേനാധിപനല്ല, ഇവൻ്റെ പേര് ആഷിം. ഇവൻ 1000 വർഷമായിട്ട് ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇപ്പോഴും ഇവൻ്റെ ആളുകളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ആരും തന്നെയില്ല എന്നൊക്കെ സീമു പറയും. ആ സമയത്ത് ധുവാൻഷു ആണെങ്കിലോ
നിന്റെ കൂടെയുള്ളവരൊക്കെ മരിച്ച് അവർക്ക് മോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് പോയി. നീ മാത്രമാണ് ഇപ്പോഴും അവരുടെ പേര് പറഞ്ഞിട്ട് ഇവിടെയുള്ളത്. നീ ഈ കുളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിനക്കും മോക്ഷം കിട്ടും. അവരെയൊക്കെ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ അവനാണെങ്കിലോ നേരെ ആ കുളത്തിലേക്ക് ഇറങ്ങും. അതോടെ അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുകയും ചെയ്യും. അത് കണ്ടതുകൊണ്ട് തന്നെ അവിടെയുള്ള ആത്മാക്കളൊക്കെ ഈ കുളത്തിലേക്ക് ഇറങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരും വേഗം ആ കുളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ കുറേ ആത്മാക്കൾ മോക്ഷം കിട്ടും. ദുവാൻഷു ആ പെൺപഴുതും കൂടി ബോറടിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയിരിക്കും. ആ സമയത്താണെങ്കിലോ അവളിങ്ങനെ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ദുവാൻഷുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വരുന്ന ആത്മാക്കൾക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ 24 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആത്മാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരെ ഓരോ സെക്ഷനിലേക്ക് മാറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ യാനില്ലേ, അവൻ്റെ അവിടേക്ക് ഈ യുദ്ധം ചെയ്യുന്ന സേനാധിമാരും ഭടന്മാരും അവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, അവരുടെ സെക്ഷനാണ് ഇവിടെയുള്ള സ്വർഗം. അവിടെ കിട്ടാനായിട്ട് ഒന്നുമില്ല. പണം, അധികാരം, ഡ്രിങ്ക്സ്, മദ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു കാസിനോ പോലെയാണ്. ഇവിടുത്തെ ഏറ്റവും അടിപൊളി സ്ഥലം അവിടെയാണെന്നൊക്കെ ആ പെൺപ്രേതം ഇങ്ങനെ പറയും. തുകാൻഷാണെങ്കിലോ എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറയും. അപ്പം ആ പെൺപ്രേതാണെങ്കിലോ എടുക്ക്. എന്ത് പൈസ? എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എന്നാൽ ഞാൻ തരാം. എന്തായാലും കടല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ മത്സരത്തിലൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് ആക്കെ തിരിച്ചു തരാമെന്ന് ദുവാൻഷ് പറയുമ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അവനെ അവിടെ കണ്ടതും ജീജി വന്നിട്ട്, ഓ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോരായിരുന്നോ, എൻ്റെ ആൾക്കാരെ അയക്കുമായിരുന്നല്ലോ എന്നൊക്കെയാണ് പറയും. അതൊന്നും വേണ്ട. ഞാൻ കേട്ടു ഇവിടെയാണ് ഈ ലോകത്തിലെ ഏറ്റവും അടിപൊളി സ്ഥലം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നൊക്കെ അവൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ കുറേ ആത്മാക്കളെ ഇവിടെ ബലി നൽകേണ്ടി വരും. നിന്റെ കയ്യിലുണ്ടോ? അതൊന്നും പറ്റില്ല. നീ ചൂതാട്ടത്തിൽ കിങ്ങിയാണെന്ന് ഞാൻ കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗെയിം കളിക്കാം. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് ചുറ്റിക്കാണും. എന്താ നോക്കിയാലോ എന്ന് ദുവാൻഷ് ചോദിക്കുമ്പോൾ, ഓ, നിനക്ക് എന്നെക്കുറിച്ച് അധികം അറിയില്ലെന്ന് തോന്നുന്നു. ചൂതാട്ടത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവൾ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മത്സരിക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് അവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ റാണിയുടെ കൂടെ ആരെയും മത്സരിക്കാൻ പോകുന്നത്, ഇവൻ എന്തായാലും തോൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പേരിൽ ഇങ്ങനെ ബെറ്റ് വെക്കാൻ തുടങ്ങും. ജീജി ആണെങ്കിലോ ഗെയിമിനെ കുറിച്ച് തന്നെ പറയാൻ തുടങ്ങും. ആ കാണുന്ന മണി ട്രീയിൽ 100 അടി ദൂരത്തിൽ അതിലുള്ള ഇലകളിലേക്ക് അമ്പ് ചെയ്യണം. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾ ജയിക്കും എന്നൊക്കെ ജീജി ഇങ്ങനെ പറയും. അങ്ങനെ അവർ മത്സരിക്കാൻ തുടങ്ങും. ആദ്യം ഡൈസ് ഇടുമ്പോൾ ജീജിക്കായിരിക്കും കിട്ടുക. അവൾ അങ്ങനെ ഒരു പോയിന്റ് എടുത്തു. രണ്ടാമത് ദുവാൻഷുവിനും അവനും ഒരു പോയിന്റ് എടുത്തു. മൂന്നാമത് 2 പേർക്കും ഒരേപോലെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ആദ്യം ജീജി അമ്പെയ്തിട്ട് ഒരു പോയിന്റ് എടുക്കും. അടുത്തതായിട്ട് ദുവാൻഷു ആണെങ്കിലോ അറ്റേ ടൈം 3 എല്ല് ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഗെയിമിൽ അവൻ ജയിക്കും. നീ ആള് കൊള്ളാമല്ലോ, ജയിച്ചല്ലോ എന്നൊക്കെ ജീജി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ജീജി വേണമെന്ന് വെച്ചിട്ടായിരിക്കും തോറ്റു കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ കാരണം ഉണ്ടല്ലോ, എല്ലാവരും ദുവാൻഷു തോൽക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേലായിരിക്കും ബെറ്റ് വെച്ചിട്ടുണ്ടാവുക. ജീജി മാത്രം അവൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മുഴുവൻ പൈസ അവൾക്ക് കിട്ടും. ഇതെല്ലാം സീമു അവനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ജീജി നേരെ സീമുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇവൻ ആൾ കൊള്ളാട്ടോ, എന്നെ തന്നെ തോൽപ്പിച്ചല്ലോ എന്ന് പറയുമ്പോൾ, നീ അവനെ വിട്ടുകൊടുത്തതല്ലേ, ഞാനത് കണ്ടില്ലെന്നാണോ വിചാരിച്ചത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാണ്, പക്ഷേ എന്നാലും അവൻ നല്ല ബുദ്ധിശാലിയൊക്കെയാണ്. നീ എന്തായാലും പെട്ടെന്നൊന്നും അവനെ ഇവിടുന്ന് പറഞ്ഞയക്കണ്ട എന്നൊക്കെ പറയും. ഇതോടുകൂടിയാണ് ഈ പാട്ട് തീരുന്നത്. അപ്പോൾ അടുത്ത പാട്ടിനായി എല്ലാവരും വെയിറ്റ് ചെയ്യണേ. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.